തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ മുന്നണികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചാരണം ഊർജിതമാക്കി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയിൽ 400 സീറ്റ് NDAക്ക് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇത് നേടണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏതാനും സീറ്റെങ്കിലും നേടേണ്ടി വരും NDAക്ക്. ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകൾ തെളിയണമെങ്കിൽ തമിഴ്നാട്ടിലെ 39ഉം പുതുച്ചേരിയിലെ 1ഉം ചേർന്ന 40 സീറ്റ് മുഴുവനായും നേടണം ഇന്ത്യ മുന്നണിക്ക്. NDAയിൽ നിന്ന് പുറത്തിറങ്ങി AIADMK ഒരു ചെറുമുന്നണിക്ക് രൂപം നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അവർക്ക് AIADMKക്ക് പ്രസക്തി തെളിയിക്കണമെങ്കിൽ 2019 ഒരു സീറ്റ് എന്നതിൽ നിന്ന് AIADMKക്ക് ഇനി മുന്നേറുകയും വേണം. അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഏറെ പ്രധാനമാണ്. ഈ 3 മുന്നണികളാണ് പ്രധാനമായും മത്സരിക്കുന്നത്. അതിനൊപ്പം സീമാൻ്റെ നാം തമിഴർ കക്ഷി ഒറ്റയ്ക്കും മത്സരിക്കുന്നു. ഇതാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. DMK നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണി. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്, VCK ഉണ്ട്, KMDK ഉണ്ട്. KMDK മത്സരിക്കുന്നത് DMK ചിഹ്നത്തിൽ തന്നെയാണ് എന്ന് മാത്രം. MDMK ഉണ്ട്. ഇത്രയും പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്നത്. കമൽ ഹാസൻ്റെ മക്കൾ നീതി മയ്യം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല. ഇന്ത്യ സഖ്യത്തെ അവർ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. AIADMKയ്ക്കൊപ്പം അടുത്തിടെ അന്തരിച്ച നടൻ വിജയകാന്തിൻ്റെ പാർട്ടിയായ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം DMDK ഒരു 5 സീറ്റിൽ മത്സരിച്ചുകൊണ്ട് AIADMK നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമാണ്. പിന്നെ പുതിയ തമിഴകമുണ്ട്. ഒപ്പം SDPI ഒരു സീറ്റിൽ മത്സരിച്ചുകൊണ്ട് 2 ചിഹ്നത്തിൽ തന്നെയാണ് SDPI അവിടെ മത്സരിക്കുന്നത്. AIADMK മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ട്. BJP നയിക്കുന്ന NDAയിൽ ആകെ ഉള്ളത് 8 പാർട്ടികളാണ്. പിന്നെ മുൻ മുഖ്യമന്ത്രിയും AIADMKയുടെ നേതാവുമായിരുന്ന O പനീർശെൽവം ഈ മുന്നണിയുടെ ഭാഗമായി സ്വതന്ത്രനായി മത്സരിക്കുന്നു. 8 പാർട്ടികൾ NDA സഖ്യത്തിലുണ്ടെങ്കിൽ പോലും ഈ 8ൽ 4 ഏതാണ്ട് ചെറു പാർട്ടികളാണ്. ഒരു സീറ്റൊക്കെ കൊടുത്ത് NDAയുടെ ഭാഗമാക്കിയിരിക്കുന്ന ചെറു പാർട്ടികൾ. BJP കഴിഞ്ഞാൽ NDA സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് പട്ടാളി മക്കൾ കക്ഷിയാണ്. അൻപുമണി രാംദോസിൻ്റെ പട്ടാളി മക്കൾ കക്ഷി. ആ കക്ഷി 10 സീറ്റിലാണ് NDAയുടെ ഭാഗമായി മത്സരിക്കുന്നത്. മറ്റൊരു പ്രധാന സഖ്യകക്ഷി തമിഴ് മാനില കോൺഗ്രസ് ആണ്. തമിഴ് മാനില കോൺഗ്രസ് 3 സീറ്റിൽ മത്സരിക്കുന്നു. TTV ദിനകരൻ, ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെ AIADMKയുടെ അമരക്കാരിയായിരിക്കെ ആ പാർട്ടിയെയും ഭരണത്തെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന TTV ദിനകരൻ ഇപ്പോൾ അദ്ദേഹം AIADMKയ്ക്ക് പുറത്താണ്. അദ്ദേഹം രൂപീകരിച്ച അമ്മ മക്കൾ മുന്നേറ്റ കഴകം അതും NDAയുടെ ഭാഗമാണ്. ഇക്കുറി 2 സീറ്റിൽ അവർ മത്സരിക്കുന്നു. O പനീർശെൽവത്തിൻ്റെയും TTV ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം ഈ പാർട്ടിയുടെയും സാന്നിധ്യം NDAക്ക് എത്രമാത്രം കരുത്ത് പകരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന നാം തമിഴർ കക്ഷി സീമാൻ്റെ പാർട്ടിയാണ്. മുൻപ് തമിഴ് നാം തമിഴർ എന്ന് പറയുന്ന ഒരു പാർട്ടി 1959 രൂപവത്കരിച്ചിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയുമായിട്ടാണ് നാം തമിഴർ കക്ഷി വരുന്നത്. ഈ കക്ഷി തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും 40 സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അതിൽ പ്രാധാന്യമുള്ളത് അവർ 20 സീറ്റിൽ വനിതകളെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി 20 സീറ്റിൽ പുരുഷന്മാരെയും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നു.